നമുക്കിന്നൊരു കഥ കേട്ടാലോ? കുറുക്കൻ പഠിച്ച പാഠം. ഒരിടത്തൊരിടത്ത് ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ കണ്ടില്ലേ, ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏതൊക്കെ മൃഗങ്ങളെ നിങ്ങൾക്കറിയാം? താറാവ്, തവള, ഒച്ച്, മാൻ. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറുക്കന്റെ കഥയാണ്. ഒരു ദിവസം കുറുക്കൻ കാട്ടിൽ നിന്ന് ഇറങ്ങി അവൻ നടക്കാന്ന് വിചാരിച്ചു. വെറുതെ നടക്കാൻ ഇറങ്ങിയ കുറുക്കൻ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് നടക്കാൻ പോയി. നടന്ന് 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 കുറുക്കച്ചാർക്ക് മതിയായി. സത്യം പറഞ്ഞ അവന് വിശന്നു തുടങ്ങി. ഭക്ഷണം തേടി നോക്കിയിട്ട് അവനൊന്നും കാണാൻ സാധിച്ചില്ല. പല സ്ഥലത്ത് പോയി അവസാനം അവനൊരു മുന്തിരിത്തോട്ടത്തിലെത്തി. അവിടെ കണ്ടോ, മുന്തിരി ഇങ്ങനെ കിടക്കുന്നത് കണ്ട് അവന്റെ വായിൽ വെള്ളമൂറി. എന്തു ചെയ്യണം? ചാടി എത്തിപ്പിടിക്കണം. അപ്പോ അവൻ ചാടാൻ തീരുമാനിച്ചു. അങ്ങനെ കുറുക്കൻ ചാടി നോക്കി. മുന്തിരിക്കൊലകൾ ഒരുപാട് ഉയരത്തിലാണ്. അവൻ വീണ്ടും ചാടി, പക്ഷെ കിട്ടുന്നില്ല. ശക്തിയായി വീണ്ടും വീണ്ടും ചാടി. വിശപ്പ് കൊണ്ട് ആകെ ക്ഷീണിച്ച കുറുക്കന് ഓരോ ചാട്ടം കഴിയുമ്പോഴും ക്ഷീണം കൂടി കൂടി വന്നതല്ലാതെ മുന്തിരിക്കൊല ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. ഇനി ചാടിയാൽ അവിടെ കുഴഞ്ഞു വീഴും എന്ന അവസ്ഥയിലായി കുറുക്കൻ. അത്രയും പ്രാവശ്യം കുറുക്കച്ചാര് ചാടി നോക്കി. അപ്പോഴാണ് ആ വഴി കൊരങ്ങച്ചാര് വന്നത്. അവൻ കളിയാക്കി ചോദിച്ചു, എന്താ കുറുക്ക, ഇത്രയും നേരം നോക്കിയിട്ടും മുന്തിരി കിട്ടിയില്ലേ? ചമ്മൽ മാറാനായി കുറുക്കൻ സ്വയം പറഞ്ഞു. അല്ലെങ്കിലും ആർക്ക് വേണം ഈ മുന്തിരിങ്ങ? ഇവയെല്ലാം ആകെ പുളിയാണ്. അന്തസ്സുള്ള കുറുക്കന്മാർക്കൊന്നും ഇതൊന്നും തിന്നാൻ പറ്റില്ല. പല ആവർത്തി ശ്രമിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മളിൽ പലർക്കും പറയുന്ന മനോഭാവമാണ് ആ കുറുക്കനും ഉണ്ടായത്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയില്ലേ? അവനവന്റെ തോൽവി സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഇതാണ് ഈ കഥയുടെ ഗുണപാഠം. കഥ ഇഷ്ടപ്പെട്ടോ കുട്ടികളെ?